ഏതൊരു ഗാന്ധി മൈതാനിയിൽ ഇത്തരമൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി പയ്യന്നൂർ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ്. പല കാര്യങ്ങളാലും പയ്യന്നൂർ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് CPM, ആ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ ജീർണതയെ കുറിച്ചാണ് പയ്യന്നൂരിലെ ആളുകളും പയ്യന്നൂരിന് പുറത്തുള്ള ആളുകളും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതാരും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് CPM-ന് ആഗ്രഹമുണ്ടാകും. പക്ഷെ CPM ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചില ആളുകൾ വിളിച്ചു പറയുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്നെടുക്കാൻ സാമാന്യ ജനങ്ങൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് CPM-നകത്തെ ജീർണതകൾ, ആ പാർട്ടി നേതൃത്വത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ആളുകൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിൽ CPM നേതൃത്വത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായിട്ടാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. നിങ്ങൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദീർഘകാലം നിങ്ങളുടെ നേതാവായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറത്തു വന്ന് നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. ആ പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടെങ്കിൽ, വസ്തുതാവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. പക്ഷെ അത് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അതെല്ലാം മഹാപാതകമായി പോയി എന്ന രീതിയോടുകൂടി പെരുമാറാൻ ശ്രമിച്ചാൽ പയ്യന്നൂരിലെ CPM അനുഭവത്തിൽ ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങൾ എത്ര കാലമാണ് ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുക? കാറ്റും വെളിച്ചവും കടക്കാൻ വയ്യാത്ത ഭൂതത്താൻ കോട്ട പോലെയുള്ള പ്രദേശമുണ്ടാക്കി അതിനകത്ത് കിടക്കുന്നതൊന്നും മറ്റുള്ളവരാരും അറിയരുത് എന്ന വാശിയോടുകൂടി എത്ര കാലം നിങ്ങൾ ഈ കോട്ട കാത്തു സൂക്ഷിക്കും? അതിനകത്തേക്ക് ചെറിയൊരു വായു സഞ്ചാരം ഉണ്ടായാൽ, ഒരു ചെറിയൊരു ദ്വാരമുണ്ടായാൽ, ആ ദ്വാരത്തിലൂടെ ഒരു ചെറിയ പ്രകാശത്തിന്റെ കൈത്തിരി അതിനകത്തേക്ക് വന്നാൽ അതോടുകൂടി തീരുന്നതയുള്ളൂ CPM എന്ന് പറയുന്ന ഈ ചൂട്ടപ്പെട്ടാരെന്ന് എത്രയോ അനുഭവത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കകത്ത് ഉയരുന്ന വിമർശനങ്ങളെ അത് നേരിടാൻ വേണ്ടി പരിശ്രമിക്കുക. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കും. അത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ആദ്യമായിട്ടാണോ ഞങ്ങൾ CPM-നെതിരായിട്ട് കാര്യങ്ങൾ പറയുന്നത്? ആദ്യമൊക്കെ നിങ്ങൾ പറയുമ്പോ അത് അടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു. പക്ഷെ അതിനപ്പുറത്ത് സത്യം വിളിച്ചു പറയാൻ ആളുകൾ കൂടുതൽ ഉണ്ടായി തുടങ്ങുമ്പോ അതിനെ അസ്വസ്ഥതയോടുകൂടി നോക്കിക്കാണണ്ട. CPM ഒരു സ്വയം വിമർശനം നടത്തുകയാണ് വേണ്ടി. അങ്ങനെ സ്വയം വിമർശനം നടത്തിയാൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അതല്ല ഒരു 25 വർഷം മുമ്പത്തെ രീതിയിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ അതെല്ലാം തല്ലി ഓടിക്കാം, അതെല്ലാം അടിച്ചുമർത്താം, വീട് കത്തിച്ചും ആളുകളെ ആക്രമിച്ചും വാഹനങ്ങളെ തകർത്തുമൊക്കെ പഴയ രീതിയിലേക്ക് ഒരു 4 നൂറ്റാണ്ട് പുറകിലാണ് ഇപ്പോഴും CPM സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലഘട്ടം മാറിപ്പോയി എന്ന് ഇനിയെങ്കിലും CPM വിശ്വസിക്കട്ടെ. നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ തല്ലി ഓടിക്കും? നേരത്തെ നമ്മളെ തല്ലാൻ വന്നിട്ടുള്ള ധാരാളം ആളുകൾ ഇപ്പൊ ഈ കൊടി പിടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോഴും തല്ലാൻ വരുന്നവരെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നമ്മുടെ പാർട്ടിയെ കൂടെ തരേണ്ടതാണ്.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തല്ലാൻ വരുന്നവരെ നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തല്ലാൻ വരുന്നവരെല്ലാവരും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുടി പിടിച്ച് നമ്മുടെ കൂടെ പ്രകടനത്തിൽ നടത്തേണ്ടവരാണ്. അന്ന് അവർക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ അവർക്ക് ഉണ്ടാക്കണ്ട. അവരെല്ലാവരും ഒരു മാനസാന്തരത്തിലാണ്. എങ്ങനെയാണ് ഈ പാർട്ടിക്ക് നേതൃത്വത്തെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം ഉണ്ടാകുന്നത് ആ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. പയ്യന്നൂരിലെ പഴയ സഖാവ് എഴുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ അണികൾ തിരുത്തണമെന്നാണ്. ആരെയാണ് അണികൾക്ക് തിരുത്താൻ സാധിക്കുക? ഏതെങ്കിലും ഒരാളാണെങ്കിൽ തിരുത്താൻ സാധിക്കും. പയ്യന്നൂരിലെ ഒരു MLA മാത്രമാണ് പ്രതിയെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. പയ്യന്നൂരിലെ ഒരു ഏരിയ സെക്രട്ടറി മാത്രമാണ് പ്രതിയെങ്കിൽ തിരുത്താൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്ന എത്രയോ അപ്പുറമാണ്. ഈ പാർട്ടിക്ക് നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും ഒരേപോലെ അഴിമതിക്കാരും പെരുങ്കള്ളന്മാരും കാട്ടുകള്ളന്മാരും ഒക്കെ ആവുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുക? CPM അണികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വത്തെ ഈ ജീവിതത്തിൽ ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന അപ്പുറത്താണ് നിങ്ങൾ നേതൃത്വം. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് നേതൃത്വത്തെയല്ല, നിങ്ങൾക്ക് സ്വയം തിരുത്താൻ സാധിക്കും. അങ്ങനെ സ്വയം തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആ സ്വയം തിരുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെങ്കൊടി വലിച്ചെറിഞ്ഞ് ആ കൊടിയോട് ജീവിതാവസാനം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് എന്ന് ഈ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ദേശീയ ധാരയിലേക്ക് ഈ കുങ്കുമകരത്തെ കൊണ്ടുപിടിക്കാൻ നിങ്ങൾ സാധിക്കുമോ? അന്ന് മാത്രമേ നിങ്ങൾ സ്വയം തിരുത്താൻ വേണ്ടി കഴിയൂ. അതിനാണ് നിങ്ങൾ തയ്യാറാകുന്നത്. ആരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്? അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന പാർട്ടി ഗവൺമെന്റ്, CPM നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവർ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഒരു പ്രാവശ്യം കൂടി അവർക്ക് അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമട്ടും CPM-നെയും LDF-നെയും അധികാരത്തിലെത്തുക, ഇതാണ് ശ്രീ പിണറായി വിജയനും കൂട്ടരും മുമ്പോട്ട് പോകുന്ന മുദ്രാവാക്യം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളം CPM ഭരിക്കുകയാണ്. 10 വർഷക്കാലത്തെ LDF ഭരണത്തിന്റെ ഒരു സ്റ്റോക്കെടുപ്പിന്റെ സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ്. CPM-ന്റെ ആളുകൾ സ്വയം ചോദിക്കേണ്ടത്, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തിനു വേണ്ടി
ഇനിയൊരു അവസരം കൂടി CPM-ന് കേരളത്തിലെ ജനങ്ങൾ നൽകണം. 10 വർഷമായി ഈ കേരളം നിങ്ങൾ ഭരിക്കുന്നു. ഈ രാജ്യം കഴിഞ്ഞ 12 വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യം 12 കൊല്ലക്കാലമായി ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങളാകെ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ 10 കൊല്ലക്കാലം CPM ഭരിക്കുമ്പോൾ CPM-ന്റെ പ്രവർത്തകന്മാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറുകയാണ്. എന്തുകൊണ്ടാണ് CPM-ന്റെ ആളുകളെ അങ്ങനെ ആഗ്രഹിക്കുന്നത്? 10 വർഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ CPM-ന്റെ ആളുകളെ അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഗവൺമെന്റ് തുടർന്നാൽ ഈ രാജ്യത്ത് CPM എന്ന് പറയുന്ന പാർട്ടി അവശേഷിക്കുന്ന ഏക കുരുത്ത് നമ്മുടെ ഈ കേരളമാണ്. ഒരു പ്രാവശ്യം കൂടി CPM അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ രാജ്യത്തെവിടെയും CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നവർ CPM പ്രവർത്തകന്മാരാണ്. അതുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി ഈ പാർട്ടി അധികാരത്തിൽ വരുന്നത്. ചിലപ്പോ നമ്മൾ വിചാരിക്കും ഒരു 5 കൊല്ലം കൂടി CPM തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാശം പിടിച്ച സാധനം ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിലും തുറന്നോട്ടേ. പക്ഷെ നാട്ടിലെ ജനങ്ങളെ കാര്യമാണ് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം. കേരളത്തിലെ സാമാന്യ ജനത ഇത്രമാത്രം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്, ജനങ്ങളെ ദുരിതത്തിലേക്കാടുന്ന, ജനങ്ങളെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമല്ല അവരെ ആവർത്തിച്ചു പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മന്ത്രിമാരും ആളുകളുമാണ് ഈ ഭരണത്തിലുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു സഹോദരിയുടെ വയറ്റിൽ നിന്ന് ഒരു കത്രിക 4-5 കൊല്ലം മുമ്പ് പ്രസവിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, പ്രസവിച്ച് സിസേറിയനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് വയറുവേദന മാറുന്നില്ല. പല പ്രാവശ്യം ഡോക്ടറെ കണ്ടു, ആശുപത്രിയിൽ പോയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം നിരന്തരമായി കണ്ടപ്പോൾ ഒരു ഡോക്ടർക്ക് എന്തോ സംശയം തോന്നിയിട്ട് അവർക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് ആ സഹോദരിയുടെ വയറ്റിൽ ഒരു കത്രികയുണ്ട് എന്ന് മനസ്സിലാക്കി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എന്ത് ധൈര്യത്തിലാണ് ആളുകൾ പോകുക? ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ലല്ലോ, കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചാൽ, സർക്കാർ ആശുപത്രികളെ പരിശോധിച്ചാൽ 10-11 സംഭവമാണ്. ഇതേപോലെ ആശുപത്രിയിൽ പോയി ചികിത്സ നേടി തിരിച്ചു വരുമ്പോൾ ആ ആശുപത്രിയിലെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഏതെങ്കിലും ഒരു സാധനം അവിടെ വൈകിട്ടുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, അതൊന്നും ഏർപ്പെടാൻ മറ്റെവിടെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ കത്രികയും സൂചിയും ഇതൊക്കെ ഇങ്ങനെ നടന്നു കഴിക്കും. അതോ പ്രസവിച്ചു കുട്ടി പുറത്തു വന്നാൽ അകത്തെന്തെങ്കിലും നിക്ഷേപിക്കണമെന്ന് ഈ ഡോക്ടർമാർക്കെല്ലാം വാശിയുണ്ട്. അത് എന്ത് പാകപ്പഴം എന്ന് മനസ്സിലാക്കുന്നില്ല. പാകപ്പഴവ് എന്ന് പറഞ്ഞാൽ മരുന്ന് മാറുന്ന മനസ്സിലാക്കാം, ചികിത്സ എന്തെങ്കിലും മനസ്സിലാക്കാം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ ഓപ്പറേഷൻ വിധേയമാക്കിയാൽ അതിന്റെ ബാക്കി സാധനങ്ങളെല്ലാം ഒന്നുകിൽ കത്രിക, അല്ലെങ്കിൽ കീറി മുറിക്കുന്ന കത്തി, അതല്ലെങ്കിൽ പഞ്ഞിക്കെട്ട്, ഇതെല്ലാം നിക്ഷേപിക്കാനുള്ളതാണോ കേരളത്തിലെ പാവപ്പെട്ട രോഗികളെ വയറ്? അത് കണ്ടുപിടിച്ചപ്പോ ആ ഡോക്ടറുടെ അഭിപ്രായമാണ് ഏറെ രസകരമായി തോന്നിയത്. ഡോക്ടർ പറഞ്ഞത് ഒരു 50 കൊല്ലം കത്രിക വയറ്റിൽ കിടന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കത്രിക എടുത്ത് അവരെ വയറ്റിലേക്ക് വിട്ടു, നമുക്ക് നോക്കാം 50 കൊല്ലം കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടാവും. സത്യത്തിൽ ഒരു കത്രിക നിക്ഷേപിക്കേണ്ടത് ഡോക്ടറുടെ വയറ്റിലല്ല,
കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ വായിക്കലെത്താണ് കത്തിലെ കുത്തി കയറ്റേണ്ടത്. എന്നിട്ട് അവർ പറയുകയാണ്, ഞാനല്ലല്ലോ സത്യം നടത്തിയത്, ഞാനല്ലല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സർജറി നടത്തിയെന്ന് പറയല്ലോ ഞങ്ങൾ പറഞ്ഞത്. അത് നോക്കാനാണല്ലോ നിങ്ങളെ ആരോഗ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായത് സർക്കാർ ആശുപത്രികളിൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ലേ? ആ പരിശോധന നിങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടോ? ഒന്നിനു പുറകെയുമായി ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു. കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ വേണ്ടി വന്ന നെഞ്ചുവേദനയായിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് വന്ന ഒരു രോഗി ദിവസങ്ങളോളം ഒരു ചികിത്സയും കിട്ടാതെ അവസാനം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു, എന്നിട്ട് മരിച്ചു. ചികിത്സ കിട്ടുന്നില്ല. ആത്മഹത്യാക്കുറിപ്പല്ല, മരിക്കുന്നതിന് തലേദിവസം അദ്ദേഹം വാട്സപ്പിലൂടെ സുഹൃത്തിനോട് സന്ദേശം അയച്ചു, ഞാൻ എന്തായാലും തിരിച്ചു വരില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ 6 ദിവസമായി നെഞ്ചുവേദനയുമായ ഹോസ്പിറ്റലുണ്ട്, എനിക്കൊരു ചികിത്സയും കിട്ടുന്നില്ല. അയാൾ ദിവസം മരിച്ചു. വലത്തെ മുട്ടിന്റെ വേദനയുമായി ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അയാൾക്ക് ഡോക്ടർമാർ അടിയന്തരമായി ശസ്ത്രക്രിയ വിധിച്ചു. മുട്ടുവേദനയാണ്, മുട്ട് മാറ്റിവെക്കണമെന്നാണ്. മുട്ട് മാറ്റിവെക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ചിരട്ടയിൽ ഒരു സാധനം ഘടിപ്പിച്ചാൽ മതി, ഒരു കമ്പി ഇട്ടാൽ മതി. അങ്ങനെ വലത്തെ മുട്ടിന്റെ ചിരട്ടയിൽ കമ്പി ഇടാൻ വേണ്ടി അയാൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വലത്തെ മുട്ടിന് പകരം ഇടത്തെ മുട്ടിന് അതിന്റെ ചിരട്ടയിൽ ഒരു കമ്പി ഇട്ട് അയാൾ തിരിച്ചയച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ 1-ാം നമ്പർ കേരളത്തിലില്ലാതെ മറ്റു കുട്ടിയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഈ രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഇതേപോലെ കേട്ടുകൊണ്ടിരുന്നു? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒരു സഹോദരി സമരത്തില, ഒരു CPM-കാരിയാണ്. എന്തിനാ? അവരുടെ വയറ്റിൽ ഇതേപോലെ ഒരു കത്രിക ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അവിടെ വയറ്റിൽ കത്രിക കിടന്നു. ഞാൻ ഈ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞ, അടിയന്തരമായി നിങ്ങൾ ഒരു വലിയ ഒരു ഡിസ്പോസിബിൾ ബാഗ് ഈ ആശുപത്രിയിൽ മേടിച്ചു വെക്കണം. കാരണം ഇതെല്ലാം ഈ ഉപയോഗക്ഷമമായ സാധനങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ രോഗികളെ ആദരാവയവങ്ങൾ. എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഒന്നിനു പുറകെ ഒന്നായി മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ നിരവധി സംഭവം റിപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ നടപടിയെടുത്തോ? എന്താ ആരോഗ്യമന്ത്രി പറഞ്ഞത്? ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റം തകരാറത്തിലാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയും, സിസ്റ്റമാണ് തകരാറ്. എന്താ ഈ സിസ്റ്റം? ആരോഗ്യ മേഖല സിസ്റ്റം എന്താ? സിസ്റ്റത്തിന്റെ ഇങ്ങേയറ്റത്ത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ്. അങ്ങേയറ്റത്ത് ആരായിരിക്കുന്നത്? അങ്ങേയറ്റിരിക്കുന്നത് ആരോഗ്യമന്ത്രിയും ആരോഗ്യ ഡയറക്ടറുമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന വ്യക്തിയാണ് ഈ ആരോഗ്യമന്ത്രി. അവ സിസ്റ്റം തകരാറിലാണെങ്കിൽ ആ തകരാറിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. ND ഗോവിന്ദമാഷ് അഭിപ്രായപ്പെട്ടത് 7000-ലേറെ ശസ്ത്രക്രിയകൾ ഒരു ദിവസം നടക്കുന്നു കേരളത്തിൽ. അതിൽ ഏതെങ്കിലും ഒരാളെ വയറ്റിൽ കത്തിന കയറിപ്പോയാൽ കുഴപ്പമില്ല. നിങ്ങൾ ആളുകളുടെ ശരീരത്തിലേക്ക് കത്തിയും കയറ്റി നല്ല പരിചയമുള്ള വ്യക്തിയാണ് ഗോവിന്ദമാഷ്. നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ കേറുന്നവന്റെ വേദന അറിയുള്ളൂ. എങ്ങനെയാണ് ഗവൺമെന്റ് പറയാൻ സാധിക്കുക? നിങ്ങളെല്ലാം പറഞ്ഞ കേരളം ആരോഗ്യരംഗത്ത് 1-ാമതാണ് എന്ന്. ഇതാണോ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1? ഇങ്ങനെ പാവപ്പെട്ട രോഗികളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഓരോന്ന് നിക്ഷേപിച്ച് തീരാവേദനയുമായി അവർ കഴിയുന്നതാണോ ആരോഗ്യ മേഖലയുടെ നമ്പർ 1? എന്തെല്ലാം തള്ളലാണ് ഇവർ നടത്തിയത്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു. അവര് അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്ര പുഷ്ടിപ്പെട്ടത്? എല്ലാത്തിനും ഇവർ സാദൃശ്യപ്പെടുത്തുക അമേരിക്കയുമായിട്ടാണ്. അമേരിക്കയുടെ വലിയ വിരോധമാണെങ്കിലും ഞങ്ങൾ അമേരിക്കയേക്കാൾ മെച്ചമാണ് എന്ന് പറയണം. അതുകൊണ്ടാണല്ലോ ശൈലജ ടീച്ചർ പറഞ്ഞത് അമേരിക്കയിൽ മാസ്ക് ഇല്ല, അതുകൊണ്ട് അമേരിക്കയിൽ കോവിഡ് കാലത്തെ കുറച്ച് മാസ്ക് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അമേരിക്കയിലെ ചില ആളുകൾ എന്നെ വിളിച്ചു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ തള്ളം നടത്തുന്നത് നമ്മുടെ ജാലിയൻ വാല കനാലാണ്.
ആ കണാറിനെയും തോപ്പിക്കുന്ന തള്ളലാണ് ഇവരെല്ലാവരും നടത്തിക്കൊടുക്കുന്നത് കുറെ കാലം. കഴിഞ്ഞ വർഷം പറഞ്ഞത് മഹാരാഷ്ട്രയില് ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖല ബന്ധപ്പെട്ടു. ഈ ചേരികളിലൊക്കെ എങ്ങനെയാണ് ഈ ചികിത്സ നടത്തുക എന്ന് അവർക്കറിയില്ല. ഇതെല്ലാം കേരളത്തിലെ ഗവൺമെന്റിനോട് ചോദിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയായിരിക്കും, എങ്ങനെയാണ് ഈ വിദഗ്ധമായിട്ട് ഗർഭാശയത്തിൽ കത്രിക നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്ന് അമേരിക്കൻ ആരെങ്കിലും വിളിച്ച് നമ്മുടെ വീണാ ജോർജിനോട് ചോദിക്കും. അതുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നാം നമ്പർ ആരോഗ്യമാണല്ലോ കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്രമാത്രം കുത്തഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിനാരാണ് ഉത്തരം പറയുന്നത്? ഉത്തരം പറയുന്നത് സംസ്ഥാന സർക്കാരിന്. ഏതെങ്കിലും ഒരു കേസിൽ ഞാൻ ചോദിക്കുന്നതാണ്, ശരി, അബദ്ധം സംഭവിച്ചു. അബദ്ധം ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുക? ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ? ഒറ്റപ്പെട്ട സംഭവം പല പ്രാവശ്യം നടക്കില്ലല്ലോ. ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലെ ഓരോ സർക്കാർ ആശുപത്രിയിൽ നിന്നും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ അന്വേഷിച്ച് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ശിക്ഷിച്ചോ? അത് ശിക്ഷിക്കാൻ CPM സമ്മതിക്കില്ലല്ലോ. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ആശുപത്രിയിലെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചു. ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ ബഹളം വെച്ചു. നിർവാഹമില്ലാതെ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ കുടിപിടിച്ചിറങ്ങി CPM. ആദ്യ വലിയ CPM-ന്റെ സമരം പാവപ്പെട്ട ഒരു ആദിവാസി കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അവർക്കെതിരെ നടപടിയെടുത്തപ്പോ ആ നടപടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിർഭാഗ്യവാന്മാരായ നിസ്സഹായരായ രോഗികളോട് ക്രൂരത കാണിക്കുന്ന അധികൃതർക്കെതിരായി നടപടി സ്വീകരിക്കുമോ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നവരാണ് CPM. അപ്പൊ ആരോടാണോ നിങ്ങളുടെ പ്രതിബദ്ധത? അതുകൊണ്ടാണ് ഒരു നടപടി സ്വീകരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ആലപ്പുഴയിലെ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ആരെയാ സസ്പെൻഡ് ചെയ്തത്? ആരോഗ്യമന്ത്രി ആകെ സസ്പെൻഡ് ചെയ്ത് അവിടുത്തെ പഴയ പ്രിൻസിപ്പാളിനെ. ഞാൻ ചോദിക്കട്ടെ, ഈ സർജറിക്ക് നേതൃത്വം കൊടുത്ത 2 ഡോക്ടർമാരുണ്ട്, കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാരുണ്ട്. എന്ത് അവരൊന്നും പിടിക്കാൻ തയ്യാറാകാത്തത്? എന്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നത്? ഈ കത്രിക നിക്ഷേപിച്ചിട്ടുള്ള വ്യക്തിയല്ലേ ആദ്യം പിടിക്കേണ്ടത്? ആ കത്രിക നിക്ഷേപിച്ചത് അന്ന് ഈ സഹോദരിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുള്ള ഡോക്ടറും ആ ഡോക്ടറെ സഹായിച്ച നഴ്സുമല്ലേ? അതിൽ ആരോ ഒരാളല്ലേ ഈ കത്രിക ഈ സ്ത്രീയുടെ ആക്ടിലേക്ക് നിക്ഷേപിച്ചത്? എന്റെ ആരോഗ്യമന്ത്രി അവരെ സസ്പെൻഡ് ചെയ്തില്ല? അവർ റിട്ടയർ ആയിപ്പോയി എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ശരി, റിട്ടയർ ആയിപ്പോയാൽ അവർക്ക് അറസ്റ്റ് ചെയ്യണ്ടേ? ക്രിമിനൽ കുറ്റമല്ലേ? ഈ ആരോഗ്യമന്ത്രി പറഞ്ഞു ഈ 2 വ്യക്തികളെ ഉത്തരവാദി, അവരെ പോലീസ് പിടിക്കണമെന്ന് പറഞ്ഞോ? നിങ്ങൾ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിലെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞതിന്, നിസ്സഹായരായ നിരപരാധികളായ രോഗികളെ കൊലക്ക് കൊടുക്കുന്നതിനോട് തീരാവേദനയുമായി ജീവിതം മുമ്പോട്ട് നയിക്കാൻ വിധിക്കപ്പെട്ടു പോയതിനാണോ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് CPM-ന് വോട്ട് ചെയ്യുന്നത്? ആണോ? നിങ്ങൾ പറ. ഇത് ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത്. ഏറ്റവും ഒടുവിലത് വർത്തമാനകാലത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് CPM എന്ന് പറയുന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ്. ഈ ഗവൺമെന്റാണ് കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. ഇപ്പൊ നോക്കൂ, നിങ്ങള് നമ്മുടെ കേരളത്തിലെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചു. അതിന് മന്ത്രിയുടെ വിശദീകരണം അത് വർദ്ധിപ്പിച്ചതല്ല, ഏകീകരിച്ചതാണ്. ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഈ ന്യായവാദങ്ങൾ പറയുന്നത് CPM-കാര് വലിയ മിടുക്കന്മാരാണ്. നിങ്ങൾ ഗോവിന്ദ മാഷ് പത്രസമ്മേളനം ശ്രദ്ധിച്ചു. ഈ ഗോവിന്ദ മാഷ് പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവാറില്ല? എനിക്കെന്തായാലും മനസ്സിലാവാറില്ല. എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോലും അറിയില്ല. കാരണം നീട്ടിയും കുറുക്കിയും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ അന്താളിപ്പാകും, ഇയാൾ എന്താണ് പറയുന്നത്? പത്രക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും അവർ ചോദിക്കില്ല. ഇപ്പൊ MV ഗോവിന്ദനെ പഠിക്കുകയാണ് MV രാജേഷ്. MV രാജേഷ് സാധാരണ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പറയാൻ കഴിവുള്ള ഒരാളായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പൊ ഗോവിന്ദ മാഷിന് പഠിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് സമയം വർദ്ധിപ്പിച്ചതല്ല, ഞങ്ങൾ ഏകീകരിച്ചതാണ്.
ആർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ബാറുകളെ സമയം വർദ്ധിപ്പിക്കുന്നത് പറ. ഈ 10 മണിക്ക് ശേഷം മദ്യം കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളവരാരാ കേരളത്തിൽ? അതാരാണെന്ന് അറിയണമല്ലോ. 10 മുതൽ 12 വരെ കൂട്ടും 2 മണിക്കൂർ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 ദിവസം, 60 മണിക്കൂർ. 60 മണിക്കൂർ സമയം ഒരു മാസം ഇവർ നീട്ടി കൊടുക്കും. 60 മണിക്കൂർ നീട്ടുമ്പോൾ കേരളത്തിലെ ബാർ ഉടമകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. കോടിക്കണക്കിന് രൂപ. ഈ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് അധികമായ വരുമാനം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട വിഹിതം പോകുന്നത് CPM-ലേക്കല്ലേ? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ 10 മുതൽ 12 മണി വരെ എല്ലാ ബാറുകളും തുറന്നു വെച്ച് എല്ലാ മദ്യപാനികളും ബാറിൽ കയറി ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോ ഉറങ്ങാനുള്ള സമയം 12 ആക്കേണ്ടി വരും. എന്തിനാണ് ഈ അരാജകത്വത്തിലേക്ക് കേരളത്തിൽ നയിക്കുന്നത്? ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് വരും ടൂറിസ്റ്റുകൾക്ക് മദ്യം കിട്ടുന്നില്ലായിരുന്നു. ഏത് ടൂറിസ്റ്റാണോ നിങ്ങളോട് പരാതി പറഞ്ഞത് 12 മണിക്ക് മദ്യം കിട്ടുന്നില്ലായിരുന്നു? ആവശ്യമില്ല, വൈകും 10 മണിക്ക് മുമ്പേ വാങ്ങി സൂക്ഷിച്ചോളൂ. 10 മണി മുതൽ 12 മണി വരെ ഞങ്ങൾക്ക് ബാറ് തുറന്നു വെക്കാത്തത് കൊണ്ട് കഴിക്കാൻ മദ്യം കിട്ടുന്നില്ല എന്ന് പിണറായി വിജയനും MP രാജേഷോടും പരാതി പറഞ്ഞ ആളുകളാരാ? അപ്പൊ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടല്ല ബാർ ഉടമകൾക്ക് അധിക വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ വിഹിതം നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് 60 മണിക്കൂർ നേരം തുറന്നു വെക്കുമ്പോ കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് 200 മുതൽ 500 കോടി വരെ അധിക വരുമാനം ഉണ്ടാവുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഹിതമാണ് CPM-ന് പോകുന്നത്. ആ വിഹിതം CPM-ന് മാത്രമല്ല, ആ വിഹിതം കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസുകാരോടുകൂടി ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്, പ്രതിപക്ഷത്തോടുകൂടി ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. ആ വിഹിതം VD സതീശന് കിട്ടിയിട്ടുണ്ട്. MP രാജേഷും പിണറായി വിജയന് മാത്രമല്ല VD സതീശന് വിഹിതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാർ മുതലാളിമാരോട് പണം വാങ്ങി ഈ കേരളത്തെ 10 മണി മുതൽ 12 മണി വരെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കുടിച്ചു കൂത്താടി ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ ആളുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെന്റായി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ബാർ മുതലാളിമാരോട് പണം മേടിക്കുന്നത് നിങ്ങൾ എന്തിനാണോ ഈ പാവപ്പെട്ട രക്തസാക്ഷികളെ കണ്ടുമുട്ടുന്നത്? നിങ്ങൾക്ക് പല പണവും വേറെ കിട്ടുകയില്ലേ? എല്ലാ മുതലാളിമാരോടും നിങ്ങൾ പണം മേടിക്കുക, എല്ലാ മുതലാളിമാരോടും പണം മേടിക്കുക. 10 വർഷം കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. എങ്കിലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് 10 കൊല്ലക്കാലം ഈ പഴയമാര് ഭരിച്ചപ്പോ ഏതാണ്ട് 6 ലക്ഷം കോടിയുടെ കടബാധ്യത കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകാരെ കടം കൂടിയിട്ടുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി ഈ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പണം സമാഹരിക്കുന്ന പ്രാദേശിക പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ഈ പണമൊന്നും ജനങ്ങളോട് പിരിച്ചെടുത്ത പണമല്ലല്ലോ, നിങ്ങൾ സംഭാവന വാങ്ങിയ പണമല്ലല്ലോ. ഈ പണം മുതൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിലെ കരാർ മുതലാളിമാരോട്, കോൺട്രാക്ടർമാരോട്, ബാർ മുതലാളിമാരോട്, ഇങ്ങനെയുള്ള എല്ലാ മുതലാളിമാരോടും നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണമാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. ബാറുകൾക്ക് 2 മണിക്കൂർ കൂട്ടാം. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു 3 മാസം 3-4 മാസം മുമ്പ് പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ തീരുന്നില്ല. അതുകൊണ്ട് പാഠഭാഗങ്ങൾ തീരാത്തത് കൊണ്ട് വിദ്യാലയങ്ങളുടെ സമയം ഒന്ന് ക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ആരംഭിക്കുന്ന നേരം 9:30 മണിക്ക് തുടങ്ങണം. 4 മണിക്ക് വിടുന്നതിന് പകരം 4:30 വിടണം. ഒരു അരമണിക്കൂർ രാവിലെയും ഒരു 1 മണിക്കൂർ വൈകുന്നേരവുമായിട്ട് സമയം ഒന്ന് പുനഃക്രമീകരിക്കണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. 1 മണിക്കൂർ സമയം. ആദ്യം ശിവൻകുട്ടി തത്വത്തിന് അംഗീകരിച്ചു വന്നപ്പോഴാണ് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി മുമ്പോട്ട് വന്നത്. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ആ മുസ്ലിം സംഘടനയോട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നതിന് പകരം ആ മുസ്ലിം സംഘടന തമ്മിൽ മുട്ടുമടക്കി ശിവൻകുട്ടി തീരുമാനമാക്കി. അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ 1 മണിക്കൂർ സമയം അധികമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഹൈക്കോടതി പറഞ്ഞപ്പോ അത് തീരുമാനിക്കാൻ കഴിയാത്ത ഗവൺമെന്റാണ് കേരളത്തിലെ മദ്യപാനികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാർ ഉടമകൾക്ക് വേണ്ടി 2 മണിക്കൂർ സമയം വൈകിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണോ ഈ ഗവൺമെന്റിന്റെ?
ഈ ഗവൺമെന്റ് പ്രതിബദ്ധത പാവപ്പെട്ട സ്കൂൾ കുട്ടികളോടാണോ, നാട്ടിലെ പാവപ്പെട്ടവരോടാണോ, അതോ ഈ നാട്ടിലെ ധനാഢ്യന്മാരായ ബാർ മുതലാളിമാരോടാണോ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കൈകാര്യം ചെയ്യാൻ, CPM-ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയായി ഈ കാര്യം മാറുകയാണ്. നിർഭാഗ്യവശാൽ ഇത് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിൽ നാം ഉയരുന്നില്ല. എന്റെ ബാർ ഉടനെ സമയം വൈകിച്ചതിനായിട്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നില്ല. കേരളത്തിൽ എവിടെയെങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി CPM-നെതിരായിട്ട്, ഈ സർക്കാരിനെതിരായിട്ട് ഈ വിഷയത്തിൽ സമരം ചെയ്തോ? എന്താ ചെയ്യാത്തത്? അത് ചെയ്യാത്തതിന്റെ കാരണമാണ് ആദ്യം MP രാജേഷ് പറഞ്ഞത്, ഞങ്ങൾ സ്വന്തം നിലക്കെടുത്ത തീരുമാനമല്ല, ഞങ്ങൾ കോൺഗ്രസിനോട് പ്രതിപക്ഷത്തോട് ചോദിച്ചെടുത്ത തീരുമാനമാണ് എന്ന് ആദ്യം പറഞ്ഞത്. ഈ കൊള്ളമുതൽ പങ്കുവെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനും CPM-നും വലിയ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, 10 വർഷക്കാലം ഭരിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ സഹിച്ചിരിക്കും. ഇപ്പൊ ജനങ്ങൾ മാത്രമല്ല, CPM-ന്റെ ആളുകളും സഹിക്കുകയും. എന്താണ് പയ്യന്നൂരിലെ പ്രശ്നം? പയ്യന്നൂരില് പഴയ സഖാവ് പറയുന്നത്, രക്തസാക്ഷിക്ക് വേണ്ടി പണം പിരിച്ചത് MLA മുഖ്യാണ്. CPM പൊതുവെ അങ്ങനെയാണ്. ഒരാളെ രക്തസാക്ഷിയാക്കി കിട്ടിയാൽ ലോട്ടറി അടിക്കലാതിനെ പോലെയാണ് എന്നാണ് CPM പൊതുവെ പറയുന്നത്. അതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല, അത് കാലാകാലം അങ്ങനെയാണ്. അതൊരു രക്തസാക്ഷി ഫണ്ടിലേക്ക് ഒരു 10 ലക്ഷം പിരിച്ചാൽ 5 ലക്ഷം കൊടുക്കും, 5 ലക്ഷം പാർട്ടി എടുക്കും. അതങ്ങനെയാണ് പതിവ്. പക്ഷെ ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനത്തിൽ പഴയ സഖാവ് പറയുന്നത് പാർട്ടിയിൽ എടുത്തിട്ടുള്ളത് MLA നേരിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 അക്കൗണ്ടാണ് പോകുന്നത്. അതെന്തിനാ 2 അക്കൗണ്ട്? അടിച്ചു കഴിഞ്ഞ റസീത് എല്ലാം തിരിച്ചു വന്നില്ല. രണ്ടാമത്തെ പരാതി, പാർട്ടി ഓഫീസിന് വേണ്ടി കൊടുത്ത പണത്തെ തിരിമറി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആകാവുന്നിടത്തോളം ഫണ്ടിൽ കൈയിട്ട് വാരുന്നുണ്ടല്ലോ, അതിനൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ലല്ലോ. ഈ MLA എന്തെല്ലാം അഴിമതി നടക്കുന്നുണ്ട്. എന്തിനാ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകന്റെ പേരിൽ പണം പിരിച്ചിട്ട് അതെന്തിന് നിങ്ങൾ കൈയിട്ട് വാരണം? CPM-ന്റെ പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടത് അവിടെയാണ്. ഈ പാർട്ടി നിങ്ങൾ വിശ്വസിക്കുന്ന പോലെയുള്ള പഴയ പാർട്ടിയല്ല. CPM എന്ന് പറയുന്ന പാർട്ടി കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ്. പണമുണ്ടാക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി അവർ എന്ത് തോന്നിവാസനം കാണിക്കും, എന്ത് വൃത്തികേട് കാണിക്കും, ആരെയും അവർ ബലി കൊടുക്കും. ആരെയും ബലി കൊടുക്കും. ഒരാൾ കൊല്ലപ്പെട്ടാൽ, നമ്മുടെ സഹപ്രവർത്തകൻ മരണപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും തീരാ വേദനയാണ്. ആ കുടുംബം തീരാ ദുഃഖത്തിലാണെന്ന് കാണുമ്പോൾ നമുക്ക് വേദനാതി ഉണ്ടാകും, പ്രയാസമുണ്ടാകും. നമ്മളും സഹായിക്കാറുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള ആളുകളെ, കുടുംബത്തെ നാം സഹായിക്കാറുണ്ട്. ഞാൻ നിങ്ങളും കഷ്ടപ്പെടുണ്ടാക്കുന്ന പണത്തിന് വിഹിതമാണ്, നമ്മുടെ വിയർപ്പിന്റെയോ അധ്വാനത്തിന് വിഹിതമാണ് നാം അത്തരം ആളുകളെ സഹായിക്കുന്നത്. CPM എന്താ ചെയ്തിട്ടുള്ളത്? റസീറ്റ് അടിച്ച് പണം പിരിച്ച് ആ പണത്തിന്റെ വിഹിതം പറ്റി പോവുകയാണ്. എന്നിട്ട് ജില്ലാ സെക്രട്ടറി പറയുകയാണ്, ഞങ്ങൾ എന്തിന് നിങ്ങളോട് കണക്ക് പറയണം? പുതിയ പുതിയ വിചിത്രവാദങ്ങളാണ്. അതായത് പണം പിരിച്ചത് ബഹുജനങ്ങളോടാണ്, അതുകൊണ്ട് കണക്ക് പൊതുജനങ്ങളോട് പറയേണ്ടത്. അതെന്താണ് വ്യത്യാസം? ഈ ബഹുജനങ്ങളും പൊതുജനവും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കറിയില്ല. പയ്യന്നൂരിലെ CPM-ന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഒന്ന് പറയണം. AK രാജേഷ് അദ്ദേഹം കൊണ്ടുവന്നുള്ള പുതിയ തിയറിയാണ്, ഞങ്ങൾ ബഹുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു, അതുകൊണ്ട് അതിന്റെ കണക്ക് പൊതുജനത്തോട് പറയണ്ട. നിങ്ങൾ ആരോടും പറയണ്ട സർ, നിങ്ങൾ ആരോടും പറയണ്ട. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരോട് പറയണ്ടേ? ആ പാർട്ടിക്കാരല്ലേ പണം പിരിച്ചത്? അവരല്ലേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്? ആ പാർട്ടിക്കാരോട്, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ പേരിൽ പണപ്പിന് നടത്തിയാൽ അതിന്റെ കണക്ക് സാമാന്യമായി പറയാനുള്ള മര്യാദ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അവസരമുണ്ടാക്കുകയാണ്.
എന്തുകൊണ്ടാണ് CPM അക്രമം അവസാനിപ്പിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലായി. നോക്ക്, ഈ പയ്യന്നൂരിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സമാധാനപരമല്ലേ? എന്തിനാണ് അവിടെ ഇവിടെ പോയി CPM വാങ്ങുന്നത്? ഒരാളെ ബൈക്ക് കത്തിക്കുന്നു, ഒരാളെ തല്ലുന്നു, പയ്യന്നൂർ അങ്ങാടികൾ പ്രകടനം നടത്തുമ്പോ പ്രകടനം ആക്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഞങ്ങളുടെ കുറെ ആളുകൾ പയ്യന്നൂരിൽ പ്രകടനം നടത്തിയപ്പോൾ ആക്രമിക്കാൻ തയ്യാറായി. അത് ഭാരതീയ ജനതാ പാർട്ടി തിരിച്ച് ഞങ്ങൾ തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും പ്രകടനം പോയിട്ട് ശ്വാസം കഴിക്കാൻ ഏതെങ്കിലും CPMകാർക്ക് സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊന്ന് മര്യാദയാണോ? അതെന്തിനാണ് നിങ്ങൾക്ക് ഇനിയും വഴക്കുണ്ടാക്കണം, ഇനിയും സംഘർഷമുണ്ടാകണം? ആ സംഘർഷത്തോടെ അറിയാതെ ഏതെങ്കിലും ഒരാള് മരണപ്പെട്ടാൽ, നിങ്ങൾക്ക് അറിയാതെ എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷി കിട്ടിയാൽ അതിന്റെ പേര് പ്രസിദ്ധീകരിക്കാം, പണം പിടിക്കാം, ഫണ്ട് വെക്കാം, കയ്യൊട്ട് വാരാം. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ ജില്ലയിൽ അങ്ങനെയുള്ള അക്രമങ്ങളും നടക്കാത്തത് കൊണ്ട് CPM നേതാക്കന്മാർക്ക് ഉറക്കൂല. കാരണം ഇതൊക്കെ ഇല്ലെങ്കിൽ മാത്രമേ CPM എന്ന പാർട്ടിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ അക്രമം ഉണ്ടാകുന്നത്. ഞങ്ങൾ അന്നും ഇന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കണ്ണൂരിൽ നിരന്തരമായ അക്രമം ഉണ്ടാകുന്നു? ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കണ്ണൂരിലെ സംഘർഷത്തിന്റെ ഗുണഭോക്താവ് CPM നേതൃത്വമാണ്. CPM പ്രവർത്തകന്മാരാണെന്ന് അഭിപ്രായം എനിക്കില്ല. സംഘർഷം ഉണ്ടാകുമ്പോ BJP പ്രവർത്തകന്മാരെ പോലെ തന്നെ നിങ്ങൾക്കും കഷ്ടനഷ്ടമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് നിങ്ങളുടെ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാർക്ക് ഗുണമുണ്ടാകാൻ നാളെ രക്തസാക്ഷി ഫണ്ടുണ്ടാക്കി വെട്ടിപ്പ് നടത്തി അവനവന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ് ഈ അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് CPMന്റെ ആളുകൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ തല്ലാനും കൊല്ലാനും ഒക്കെ വരുമ്പോ അതിന്റെ പേരിൽ ഈ നാട്ടിൽ ഗുണമുണ്ടാക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നേതാക്കന്മാരൊക്കെ വലിയ വലിയ ധനാഠ്യന്മാരായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ CPM നേതാക്കന്മാരെ ഓരോ പട്ടികയും നിങ്ങൾ പരിശോധിക്കും. ഈ ജില്ലയിലെ നേതാക്കന്മാരുടെ കാര്യം മാത്രം നോക്കും നിങ്ങൾ. കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കന്മാരെല്ലാം എങ്ങനെ വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി, അവർക്ക് എങ്ങനെ വലിയ വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അവർക്ക് അവരുടെ മക്കൾക്ക് എങ്ങനെയാണ് വലിയ വലിയ ഹോട്ടൽ ബിസിനസ്സും അതേപോലെ തന്നെ സിനിമാ വ്യവസായം ആരംഭിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്താ വരുമാനം? CPM നേതാക്കന്മാർക്ക് എന്ത് വരുമാനമാണ്? പാർട്ടി കൊടുക്കുന്ന ലഭിക്കപ്പുറത്ത് ഈ നേതാക്കന്മാർക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വ്യാപാരം നടത്തുന്നുണ്ടോ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊന്നും ചെയ്യാത്ത ഈ ജില്ലയിലെ CPMന്റെ നേതാക്കന്മാർ എങ്ങനെ വലിയ മുതലാളിമാരായി മാറി എന്ന് ചിന്തിക്കേണ്ടത് സഖാവെ നിന്റെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് ആലോചിക്കണം. പാവപ്പെട്ട CPM പ്രവർത്തകന്മാർ ചിന്തിക്കണം. ഈ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ CPMന്റെ നേതാക്കന്മാർ ഒരു നേതാവോ രണ്ടു നേതാവോ എന്നല്ല, ഒരു 10 നേതാക്കന്മാരുടെ പേര് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കും. ഒന്നുമില്ല എന്ന് വളർന്നു വന്ന് ഇനിയിപ്പോ മാസച്ചുപാടെ കൊടി പിടിച്ചപ്പോ വലിയ വലിയ മുതലാളിമാരായി മാറിയവർ, അവർക്കെല്ലാം ബിസിനസ് പുറത്താണ്. എന്റെ കണ്ണൂർ ജില്ലയിലെ CPMന്റെ നേതാക്കന്മാരുടെ മക്കളെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വ്യവസായം ആരംഭിക്കുന്നു. പറ, അവിടെയാണല്ലോ വ്യവസായം മുഴുവൻ. മുഖ്യമന്ത്രിയുടെ മകൻ വിദേശത്താണ്. എന്താണ് അവിടെ പരിപാടി? നിങ്ങൾ പറ. CPM പ്രവർത്തകന്മാരോട് ഞങ്ങളോട് പറയണ്ട, BJPയോട് പറയണ്ട, പാർട്ടി നേതൃത്വം CPMന്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞമായി. എന്താണ് മുഖ്യമന്ത്രിയുടെ മകന് വിദേശത്ത് ഏർപ്പാട്? എന്താണ് മുഖ്യമന്ത്രി മകൾക്ക് ബാംഗ്ലൂരിൽ ബിസിനസ്? എന്താണ് AP ജയരാജന്റെ മക്കളുടെ ബിസിനസ്? എന്താണ് ശ്രീമതി ടീച്ചറുടെ മക്കളുടെ ബിസിനസ്? ഇതെല്ലാം നാട്ടുകാരെന്ന് അറിയട്ടെ. ഇവരെല്ലാം കണ്ണുചിമ്മി തുറക്കുന്ന വേഗതയിൽ വലിയ വലിയ വ്യാപാര ശൃംഖലകളെയും വ്യവസായ ശൃംഖലകളെയും ഉടമസ്ഥരായി എങ്ങനെ മാറി? വിദേശ രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ തലപ്പത്ത് ഈ ആളുകളെല്ലാം ഇങ്ങനെ വന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് CPM പ്രവർത്തകരോട്, ഈ നേതാക്കന്മാരെല്ലാവരും നിങ്ങളുടെ ചോര ഊറ്റി ഊറ്റി വളർന്നു വന്നവരാണ്. നിങ്ങളെ കൊലക്ക് കൊടുത്തും
നിങ്ങളെ തല്ലിച്ചിട്ടും നിങ്ങളെ റോട്ടിലിട്ടും നിങ്ങളെ ശരീരത്തിൽ ചുമത്തി നിങ്ങളെ ചോര ഊറ്റി ഊറ്റി നേതാക്കന്മാരായവരാണ്, ധനാഢ്യന്മാരായവരാണ്. അതിനൊരു MLA മാത്രമല്ല, ഒരു MLA പേര് മാത്രമേ പുറത്തു വന്നു എന്നുള്ളത്. പക്ഷെ CPM-ന്റെ ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ മുതലാളിമാരായതാണ്. എന്തിന് പയ്യന്നൂരിലെ പാവപ്പെട്ട സഖാക്കന്മാർ ഇനി ഇവരെ ഇങ്ങനെ വിശ്വസിക്കണം? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുക? നാളെ ഇന്നിപ്പോ രക്തസാക്ഷി ഫണ്ട് മുക്കിയിട്ടേയുള്ളൂ. അതിനെതിരായിട്ട് പ്രചരണം നടക്കുമ്പോ ആ പ്രചരണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെങ്കൊടിയും പിടിച്ച് ഇൻകിലാബ് വിളിക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ CPM-ന്റെ ആളുകളോട് ഞാൻ പറയുന്നത്, നാളെ ഇത്തിരി പണം കിട്ടുമെന്ന് വന്നാൽ നിങ്ങളുടെ നേതൃത്വം നിങ്ങളെയും നിൽക്കും, പാർട്ടി പ്രവർത്തകന്മാരെയും നിൽക്കും. നിങ്ങളെ വിറ്റാൽ പണം കിട്ടുമെങ്കിൽ, നിങ്ങളെ കൊലക്ക് കൊടുത്താൽ പണം കിട്ടുമെങ്കിൽ ഈ നേതൃത്വം അതിനും മടിക്കില്ല. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ ഞങ്ങളെയല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ സംഘപരിവാരത്തെ അല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ BJP-യെ എതിർക്കേണ്ടത്. നിങ്ങളുടെ സർവനാശത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നിങ്ങളെ പെണ്ണു കൊടുക്കാൻ തയ്യാറാകുന്നത്, നിങ്ങളെ ശവത്തിൽ ചുമത്തിയാലും കമന്റ് കൊടുക്കുന്ന പണക്കൂമ്പാരമാണെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൊടുപിടിക്കുന്ന നേതാക്കന്മാരാണ്. അവരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്, അവരെയാണ് ഭയപ്പെടേണ്ടത്, അവരോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. പക്ഷെ അതിനുള്ള ത്രാണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ ചോദിക്കുന്നവന്റെ നെഞ്ചത്ത് കയറും. അതാണല്ലോ പതിവ്. ചോദിക്കുന്നവരെ നിങ്ങൾ കൊല്ലും. പക്ഷെ എല്ലാ കാലത്തും അങ്ങനെയാകും ഏതെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. ഒരു കാര്യം CPM-ന്റെ സ്നേഹിതരോട് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. ഈ മാർക്സിസ്റ്റ് നേതൃത്വത്തിന്റെ ഈ വികൃതമായിട്ടുള്ള മുഖം ചോദ്യം ചെയ്യാൻ, CPM നേതൃത്വത്തിന്റെ അഴിമതി ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും സാധാരണ CPM പ്രവർത്തകന്മാർ തയ്യാറായാൽ, അതിന്റെ പേരിൽ അവരെ CPM വേട്ടയാടിയാൽ അത്തരം ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് അവരെല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒറ്റക്കാകില്ല, നിങ്ങൾ ഒറ്റക്കാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ബാധ്യതയാണ്, ജീവിതകാലം കൊണ്ട് നിങ്ങൾ പിടിച്ച ചെങ്കുടിയാണ്. ഞങ്ങൾക്ക് കൊടിയുടെ വിരോധമുണ്ട്, ആ ചെങ്കൊടി താഴ്ത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ആ കൊടിയോട് പ്രേമമുണ്ട്, നിങ്ങൾക്ക് ആ കൊടിയോട് സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ള നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിന്റെ അഴിമതി ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആ കൊടിയുടെ മറവ് കിടക്കുന്ന വൃത്തികേടുകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് CPM ഇല്ലാതായി പോയത്. ഇപ്പൊ ബംഗാളിൽ CPM ഉണ്ടോ? എന്തേ ബംഗാളിൽ CPM ഇല്ലാതായി പോയി? ബംഗാൾ എന്ന് പറഞ്ഞാൽ സുദീർഘമായ 33 കൊല്ലക്കാലം ബംഗാളിന്റെ ഭരണം കൈയാടിയത് CPM അല്ലേ? ഒറ്റക്ക് ഭരിച്ചില്ല നിങ്ങൾ ബംഗാൾ. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ആ ബംഗാളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി എന്തുകൊണ്ടില്ലാതായി? ഇത് തന്നെ കാരണം. പയ്യന്നൂരിൽ ഒരു MLA ആണ് നേതൃത്വം കൊടുത്തെങ്കിൽ ബംഗാളിലെ 100 കണക്കിന് MLA-മാരും CPM നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകന്മാരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ ബോധ്യമായി. അങ്ങനെ ബോധ്യമായപ്പോഴാണ് CPM-ന്റെ ഭരണകൂടത്തെ കടമുഴങ്ങിയെറിച്ചത്. ഇന്ന് ബംഗാൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് പോലും ഒരൊറ്റ മണ്ഡലത്തിലും കിട്ടൂല. ആ പാർട്ടിയുടെ തന്നെ ഇന്നിപ്പോ തൃണമൂൽ കോൺഗ്രസുകാരെ CPM-കാരെ ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടിക്കാരുന്നത് BJP ഓഫീസിലേക്കാണ്. പണ്ടൊക്കെ ഞങ്ങളെ തല്ലി ഓടിക്കുന്ന ആളുകളിപ്പോ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്ന് അഭയം പ്രാപിക്കുകയാണ്. നാളെ പയ്യന്നൂരിലും ഇത് തന്നെയാണ് സ്ഥിതി. ആ ബൈക്ക് കത്തിച്ച ആളുകളൊക്കെ നാളെ അവന്റെ സ്വന്തം ബൈക്ക് CPM-കാർ കത്തിക്കുമ്പോൾ ആശ്രയത്തിന് വേണ്ടി നമ്മളെ സമീപിക്കും. ഇവരെല്ലാവരും പാർട്ടി ഓഫീസിൽ തന്നെ വരും. അതാണ് ബംഗാളിൽ നാം കണ്ടത്.
ഇത് തന്നെയല്ലേ ത്രിപുരയിലും ഉണ്ടായത്. ബംഗാളിനേക്കാൾ വേഗതയിലാണ് ത്രിപുരയിൽ ഈ പാർട്ടി ഇല്ലാതായത്. എന്തുകൊണ്ടാണ് ഇല്ലാതായത്? എന്തുകൊണ്ടാണ് ത്രിപുരയിലെ CPM-കാരെല്ലാം ഒറ്റയടിക്ക് BJP ആയത്? CPM-നകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അവർക്ക് സാധിക്കാതായപ്പോ 10-18 കൊല്ലക്കാലമായത് CPM-ന്റെ ദുശാസന ഭരണത്തിനായി ചെറുവിരലനക്കാൻ ചോദ്യം ചെയ്യാൻ CPM-നകത്ത് നിന്നുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോ ത്രിപുരയിലെ CPM ആളുകൾ ആകെ ആ കൊടുപേക്ഷിച്ചു. CPM-ന്റെ ആഫീസുകൾ തല്ലി തകർത്തു. അവരെല്ലാവരും ഒറ്റയടിക്ക് BJP-യാണ്. പ്രിയപ്പെട്ടവരെ, സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലുമുള്ളത്. 10 വർഷക്കാലം CPM ഭരിച്ചപ്പോൾ കേരളത്തിൽ എല്ലാ CPM പ്രവർത്തകന്മാരുടെയും വാ മൂടിക്കെട്ടുകയാണ്. ചോദിക്കാൻ അവർക്ക് അവകാശമില്ല, ചോദ്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഈ നേതൃത്വത്തിന്റെ എല്ലാ വൃത്തികേടുകളും സഹിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. ഈ മന്ത്രിമാർ നടത്തുന്ന എല്ലാ വൃത്തികേടുകളും സഹിക്കുന്നു, നേതാക്കന്മാർ നടത്തുന്ന വൃത്തികേടുകളെല്ലാം സഹിക്കുന്നു. ഈ കൊള്ളയും കൊള്ളയടിയും എന്ന് പറഞ്ഞാൽ എല്ലാ മര്യാദകളും ലംഘിക്കുകയും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഖജനാവ് നിങ്ങൾ കൊള്ളയടിച്ചു. അയ്യപ്പനെങ്കിലും വെറുതെ വിടണ്ടേ? നിങ്ങൾ ഖജനാവിലൊന്നുമില്ല, ഇപ്പോ എല്ലാം നിങ്ങൾ തീർത്തു. ഒരയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടികളാണ് ഇവർ കുട്ടടിച്ചത്. ഞങ്ങൾ ആ സംഗമം നടത്തുമ്പോഴേ ചൂണ്ടിക്കാണിയത് ആർക്ക് വേണ്ടിയിട്ടുള്ള സംഗമമാണ്, അത് വലിയ ധൂർത്താണ് ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരികയാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം കടന്നുറങ്ങാൻ 1 ലക്ഷം രൂപയുടെ കട്ടില് വാങ്ങി എന്നുള്ളതാണ്. ആ കട്ടില് നിങ്ങൾ മ്യൂസിയത്തിൽ വെക്കുമായിരിക്കും. കാരണം ഒരു ദിവസം മുഖ്യമന്ത്രി കിടന്ന കട്ടിലിൽ 1 മണിക്കൂർ കിടക്കാൻ നിങ്ങൾ ടിക്കറ്റ് വെക്കുമായിരിക്കും. അങ്ങനെയാണല്ലോ പഴയ AK ബാലൻ പറഞ്ഞത്. നമ്മുടെ ഈ നവകേരള സദസ്സിന് വേണ്ടി ഒരു ബസ് തയ്യാറാക്കി, ടൂറിസ്റ്റ് ബസ് തയ്യാറാക്കി, അതിനൊരു ടോയ്ലറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് ബസ് തയ്യാറാക്കി. അതിന് 1 കോടി രൂപ ചെലവായിരുന്നു. ആ 1 കോടി രൂപയുടെ ധൂർത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ AK ബാലൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കണ്ട, ഇത് ആ ബസ് ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് വെക്കും. അപ്പൊ ആളുകളെല്ലാം ടിക്കറ്റ് വെച്ചിട്ട് വരും. എങ്ങനെ? ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത വാഹനങ്ങൾ കാണാൻ വേണ്ടി. ഞാൻ അന്നേ പറഞ്ഞു, ബസ് വെച്ചാൽ കാണാൻ ആൾ വരില്ല. ആ പിണറായി വിജയനെ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് വെച്ചാൽ അയാളെ കാണാൻ വേണ്ടി ഒരു പക്ഷെ ആളുകളാണ്. അല്ലെങ്കിൽ ബസ് എന്ത് കാണാനാ? ആ ബസ് ഇപ്പൊ മ്യൂസിയത്തിലല്ല ഉള്ളത്. ആ ബസ് ഇപ്പോ അവിടുത്തെ KSRT ബസ് സ്റ്റാൻഡിലെ ഗാരേജിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്, അവശിഷ്ടമായിട്ട്, CPM-ന്റെ അവശിഷ്ടമായിട്ട്. അതുപോലെ നാളെ ഇവർക്ക് എന്നും പറയാൻ, നാളെ ഇവർ പറയും 1 ലക്ഷം രൂപയുടെ കട്ടിൽ മേടിച്ച് നഷ്ടമില്ല. കാരണം ആ 1 ലക്ഷം രൂപയുടെ കട്ടിൽ എന്ന് പറഞ്ഞാൽ അത് മനോഹരമായ കട്ടിലാണ്. അതിൽ ഒരു ദിവസം മുഴുവൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കടന്നതോടുകൂടി അതിന്റെ പവിത്രത വർദ്ധിപ്പിച്ചു. അത് അയ്യപ്പനേക്കാൾ വലിയ പവിത്രമായിട്ടുള്ള കട്ടിലായിട്ട് മാറി. ആ കട്ടിൽ ഞങ്ങൾ പ്രദർശനത്തിന് വെച്ചാൽ കട്ടിൽ കാണാനാണ്. ഞാൻ ചോദിക്കട്ടെ, പയ്യന്നൂരിലെ CPM സ്നേഹിതരുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കും? ഇത് എന്തൊരു കട്ടിലാണ് 1 ലക്ഷം രൂപയുടെ കട്ടിൽ? നിങ്ങൾ പായ വിരിച്ച് കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും വേണ്ട. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പോയി പായ വിരിച്ച് കിടക്കണം. കാരണം ഒരൊറ്റ ഗസ്റ്റ് ഹൗസിലും പായ വിരിച്ച് കിടക്കാൻ സാധിക്കില്ല. കാരണം താഴോട്ട് മൂട്ടയും വലിക്കും, മേലോട്ട് കുണുവും വലിക്കും. അതുകൊണ്ട് നല്ല കട്ടിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് മര്യാദ കണ്ട നിങ്ങളെ പണം എടുത്ത് മേടിക്കുന്നല്ലോ, CPM-ന്റെ പാർട്ടി പണ്ടെടുത്ത് വാങ്ങിക്കുന്നല്ലോ. കേരളത്തിലെ ഖജനാവിലെ പണം എടുത്ത് മേടിക്കുമ്പോ അത് മര്യാദ കണ്ടേ? ഒരു ദിവസം കടന്നുറങ്ങാൻ വേണ്ടി ഇനി അവിടെ തന്നെ കടന്നുറങ്ങണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം? രാവിലെ 11 മണിക്കല്ലേ ഉദ്ഘാടനം. പത്തനംതിട്ട ഗസ്റ്റ് ഹൗസ് താമസിച്ചാൽ 2 മണിക്കൂർ നേരം കൊണ്ട് പമ്പയിലെത്താമല്ലോ. ഈ 1 ലക്ഷം പമ്പയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ ഈ കട്ടില് മേടിക്കുന്നവരെ മുഖ്യമന്ത്രി പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ താമസിച്ചവരെ എന്തിനു വേണ്ടി ധൂർത്ത് തയ്യാറാക്കി? പ്രിയപ്പെട്ടവരെ, വരുന്ന പ്രതിനിധികൾക്ക് എല്ലാവർക്കും അപ്പോ അരവണയും കൊടുക്കും. എത്ര പ്രതിനിധികൾക്ക്?
1400 പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അപ്പവും അരവണയും തയ്യാറാക്കി. വന്നത് 400 ചില്ലാൻ പേര്. 400 ചില്ലാൻ പേര് വന്നപ്പോൾ കണക്കിൽ 700 പേർ കൊടുത്തു എന്നാണ്. തയ്യാറാക്കിയത് 1400, വിതരണം ചെയ്തത് 700. ആക്ച്വലി വന്നത് 400. ബാക്കി അപ്പവും അരവണി ഇവിടെ പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകളിൽ CPM നേതാക്കന്മാർക്കൊക്കെ, മന്ത്രിമാർക്കും MLA മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വീട്ടിലേക്ക് 5 6 പിന്നെ അരവണ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കില്ലേ? ഈ സർക്കാർ പൈസ ഉപയോഗിച്ച് മേടിക്കണം. കോടിക്കണക്കിന് രൂപയാണ് ഈ അപ്പവും അരവണയും വിതരണം ചെയ്തതിലൂടെ ഉണ്ടായത്. അതിനേക്കാളെ വലിയ ബില്ല് ഈ വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത്. ഇങ്ങനെ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടി വല്ലാണ്ട് ആർത്തി കൊണ്ട് അയ്യപ്പനെ കുറിച്ച് വിചാരിച്ച് വേവലാതി കൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവരെല്ലാവരും താമസിച്ചത് പമ്പയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന കുമരകം ഗസ്റ്റ് ഹൗസിൽ, കുമരകത്ത് റിസോർട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, പമ്പയിൽ ഇവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, മനസ്സിലാക്കാം, ഓക്കെ. കാരണം പമ്പയിൽ അത്ര സൗകര്യങ്ങളൊന്നുമില്ല. പമ്പയിലെ സൗകര്യങ്ങളൊക്കെ പ്രളയകാലത്ത് പോയ ശേഷം നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എന്നെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളൊക്കെ ശബരിമലയിൽ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. 2018 മുമ്പത്തെ പമ്പയും 2018 ശേഷമുള്ള പമ്പയും നിങ്ങളൊന്ന് കാണണം. പൊട്ടിപ്പൊളിഞ്ഞു പോയ ഏതെങ്കിലും ബിൽഡിംഗ് ഇവർ നന്നാക്കിയോ? പ്രളയം എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു ബിൽഡിംഗും അത് പുതുക്കിപ്പെടുന്നില്ല. അത് അങ്ങനെ തന്നെ 2018 പ്രളയത്തിന്റെ അവശിഷ്ടമായി ഇന്നും അവർ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് പമ്പയിൽ പറ്റില്ല. പക്ഷെ പത്തനംതിട്ടയിലാവാമല്ലോ, എരുമേലിയിലാവാമല്ലോ, ഇവിടെയൊക്കെ താമസിക്കാൻ ലോഡ്ജുകളുണ്ടല്ലോ. എന്തിനാണ് ഈ വരുന്ന അയ്യപ്പ സംഗമത്തിന് വന്ന ആളുകളെ ഈ പാർട്ടിയും ഗവൺമെന്റും കുമരകം റിസോർട്ടിൽ പോയി മദ്യമം മതിലേക്ഷ കൊള്ളുന്ന കുമരകം റിസോർട്ടിൽ ഈ ആളുകളെ സർക്കാർ ചെലവിൽ എന്ന് താമസിപ്പിച്ചു? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് CPM ഉത്തരം പറയണ്ടേ? പന്തലുണ്ടാക്കാൻ ഊരാളുകൾ സൊസൈറ്റിക്ക് 7 കോടിക്ക് കരാർ കൊടുത്തു, 8 കോടിക്ക് കൊടുത്തു. എഗ്രിമെന്റ് ഒപ്പിട്ടത് 8 കോടിയാണ്. അവസാനം 7 കോടിയാക്കി മാറ്റിയ ഊരാളുകൾക്കാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, കേരളത്തിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ശരി, ഞാൻ സമ്മതിക്കുന്നു, 1000 പേര് വരുമെന്ന് പ്രതീക്ഷിച്ച് പന്തലുണ്ടാക്കി, ആയിക്കോട്ടെ. 1000 പേർക്ക് ഇരിക്കേണ്ട പന്തൽ തയ്യാറാക്കാൻ 7 കോടിയാണ്. ഇതെവിടുത്തെ കണക്കാണോ? എന്താ ഈ രാജ്യത്ത് ആദ്യമായി പന്തലുണ്ടാക്കുകയാണ്? CPM ഭരിക്കുന്ന സൊസൈറ്റിയിലേത്. ആ സൊസൈറ്റിക്ക് 1000 പേർക്ക് ഇരിക്കാൻ 1 ദിവസം താമസമില്ലല്ലോ. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന ഒരു പകൽ മാത്രമുള്ള സമ്മേളനത്തിലേക്ക് 1000 പേർക്ക് ഇരിക്കാൻ പന്തൽ തയ്യാറാക്കാൻ 7 കോടിയാണ്. എന്നിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങൾ 4 കോടി കൊടുക്കുന്നു. ബാക്കി ആര് കൊടുക്കും? ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, CPM എന്ന് പറയുന്ന പാർട്ടി തീവെട്ടിക്കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന പാർട്ടിയുമായി മാറുന്നു. അതിന്റെ പുറമെയാണ് അയ്യപ്പന്റെ സ്വർണം കെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് പത്രക്കാരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയിലെടുത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനം, എല്ലാ പാർട്ടി മെമ്പർമാരും പാർട്ടി സഖാക്കളും പ്രാദേശികമായി ക്ഷേത്രങ്ങളുമായി വളരെ അടുപ്പം പുലർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചത് CPM നയത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. കാരണം CPM കുറച്ചുകൂടി ഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കും വരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്, ക്ഷേത്രങ്ങളുമായിട്ട് അടുപ്പം പുലർത്തണമെന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി കൊണ്ടിട്ടില്ല, അവിടുത്തെ വിഗ്രഹവും സ്വർണവും എങ്ങനെ അടിച്ചുകൊണ്ട് പോകാമെന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അമ്പലങ്ങളുമായി അടുത്ത ബന്ധപ്പെടുത്തണം. ഞാൻ ചോദിക്കുന്ന CPM, നിങ്ങളെന്തിനാ ഈ അമ്പലത്തിൽ കൈവെക്കുന്നത്? നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ മുക്കും, സർക്കാർ ഖജനാവിലെ ഫണ്ട് നിങ്ങൾ മുക്കും, ദേവസ്വം ഫണ്ട് നിങ്ങൾ മുക്കും, ബാറുകൾ കൈക്കൂലി മേടിക്കും, ഇതെല്ലാം നിങ്ങൾ ചെയ്യും. പിന്നെ എന്തിനാണ് ഈ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുന്നത്? ആ മോഷ്ടിച്ചിട്ടുള്ള ആളുകളെല്ലാം CPM-കാരല്ലേ? ഇപ്പൊ ഉള്ളിൽ കിടക്കുന്നവരെ CPM അല്ലേ? പിന്നെ എങ്ങനെയാണ് CPM ഫണ്ടില്ല എന്ന് പറയുക? ആരാണ് ഉണ്ണികൃഷ്ണപോറ്റിയെ ശബരിമലയിലേക്ക് കയറ്റിയത്? CPM ഭരണകാലത്ത്. ആരാണ് ഉണ്ണികൃഷ്ണപോറ്റിയെ എല്ലാവരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത്? CPM-ന്റെ മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആരാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതിന്റെ സ്വർണ്ണപ്പാടുകൾ
സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കാനുള്ള തീരുമാനമാരാ? CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് പൂശാൻ കൊണ്ടുപോകുമ്പോ ഇത് സ്വർണമില്ല, ചെമ്പ് മാത്രമേ ഉള്ളൂ എന്ന് എഴുതാൻ പ്രേരിപ്പിക്കാരാ? CPM-ന്റെ പ്രസിഡന്റ്, ബോർഡ് പ്രസിഡന്റ്. അയാളിപ്പോ CPM-ആണ്. ഞാൻ ചോദിക്കട്ടെ, അയ്യോ, ഈ അവിടുത്തെ സ്വർണപ്പാളികൾ സ്വർണമല്ല ചെമ്പാണ് എന്ന് എഴുതാൻ പ്രേരിപ്പിച്ച, എഴുതാൻ തീരുമാനം കൊടുത്ത പത്മകുമാർ ഇപ്പോഴും CPM-ആണ്. നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയിട്ടുണ്ടോ? എന്താ പത്മകുമാറിനെ പുറത്താക്കാത്തത്? ആ പത്മകുമാർ ഇപ്പോഴും CPM അല്ലേ? ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ? ഇപ്പോഴത്തേക്കും ജയിലിലാണല്ലോ. ആരാണ് എൻ വാസു? CPM നേതാവ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ദേവസ്വം ബോർഡിൽ വന്ന് ആദ്യം ദേവസ്വം കമ്മീഷണറായിരുന്നു, പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറായി, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ടിപ്പോ പത്മകുമാർ നിർത്തി കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം വന്നപ്പോ ബഹുപാലിക്കാണ്. കടകംപള്ളി സുരേന്ദ്രനായിട്ട് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണമൂർത്തിയുടെ വീടിടക്കിടക്ക് സന്ദർശിക്കുന്നത്. അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, സന്ദർശിക്കുന്നു. അപ്പൊ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോ സുരേന്ദ്രൻ പറഞ്ഞത് അത് അന്നത്തെ പോറ്റി, ഇന്നത്തെ പോറ്റിയല്ല, അന്നത്തെ പോറ്റിയാണ്. അന്നത്തെ പോറ്റിക്കും ഇന്നത്തെ പോറ്റിക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്നത്തെ പോറ്റി പുറത്തായിരുന്നു, ഇന്നത്തെ പോറ്റി അകത്തായിരുന്നു. ആരാണ് ഈ ദേവസ്വം വിജിലൻസ് 2013 ഷേറി ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല സന്നിധാനത്തേക്ക് കടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2013 ശബരിമല ദേവസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഉണ്ണികൃഷ്ണമൂർത്തിയെ 2014 അതേ ശബരിമലയിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്നവരാരാണ്? ഈ ചോദ്യത്തിന് CPM ഉത്തരം പറയണം. അത് കടകംപള്ളിയാണോ, അതോ പത്മകുമാറാണോ, അതോ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണോ? ഇതെല്ലാം ഉത്തരം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇതാണ് CPM. അവരെന്തും ചെയ്യും. അവർ അയ്യപ്പന്റെ സ്വർണ്ണം കൊടുത്തിരിക്കും. പക്ഷേ അയ്യപ്പനോട് കളിച്ചത് കൊണ്ട് CPM വിധി പിടിച്ചിട്ടില്ല. അയ്യപ്പനോട് ഒരു പ്രാവശ്യം കളിച്ചപ്പോഴാണ് 2019 നിങ്ങളുടെ അടലോടെ ഇല്ലാതായി പോയി. അത് 2024 ആവർത്തിച്ചു. അട്ടത്തിന് ഒരു സീറ്റുകൾ ജയിച്ചു പോയതാണ്. അതുകൂടി ഇല്ലാതിരുന്നെങ്കിൽ, ആകാശം കൂടി ജയിച്ചില്ലായിരുന്നെങ്കിൽ സംഭൂജ്യമാകുന്നു. 2025 കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോ BJP തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് പഠിച്ചപ്പടെ പതിനെട്ട് നോക്കി. എന്നിട്ടും ഈ കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഞങ്ങൾ കരസ്ഥമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ സഹിക്കുന്നില്ല. CPM സഹിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സമരം കണ്ടു ഞാൻ തിരുവനന്തപുരം. അവിടുത്തെ ഒരു കോർപ്പറേഷന്റെ ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് CPM സമരം. BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് ആകെ 50 ദിവസം കൂടായിട്ടില്ല. 50 കൊല്ലമായിട്ട് അവിടെ അവരാ ഭരിക്കുന്നത്. അന്നവർക്ക് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. അവരാവശ്യമില്ല. കാരണം അതുകൊണ്ട് പൈസ ഒന്നും കിട്ടില്ലല്ലോ, അത് കയ്യിട്ട് വരാതെ പറ്റില്ല. അതുകൊണ്ട് ശ്മശാനം നന്നാക്കേണ്ട ആവശ്യമില്ല. 50 കൊല്ലം ഭരിച്ചിട്ടുള്ള ആളുകൾ 50 ദിവസം BJP ഭരിക്കുമ്പോൾ തന്നെ സമരം വന്നിരിക്കുന്നു. അതിന്റെ അസ്വസ്ഥത ഞങ്ങൾക്ക് മനസ്സിലാക്കും. കയ്യിലെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അതൊരു ആരംഭം മാത്രമാണ്. നിങ്ങൾ നോക്ക്, ഈ ദൈവം എന്ന് പറയുന്നത്, ശബരിമല ശാസ്താവെന്ന് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് കുട്ടിക്കളിയൊന്നുമില്ല. ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് സുപ്രീം കോടതി വീണ്ടും ശബരിമല വിഷയം കൊണ്ടുവരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. CPM ഉത്തരം പറയും. CPM എന്താ സുപ്രീം കോടതി പറയാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുമോ? യുവതികളെ കയറ്റിവിടുന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമോ? അതോ നിലപാട് മാറ്റുമോ? CPM പറയണം. നിലപാട് മാറ്റിയാൽ ശബരിമലയെ പ്രക്ഷോഭത്തിന്റെ കാലത്ത് ഈ കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ തെരഞ്ഞെടുത്ത് തള്ളിയതിന് മാപ്പ് പറയാൻ CPM തയ്യാറാകരുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മാപ്പ് പറയിപ്പിക്കുകയും ചെയ്യും. വീണ്ടും ശബരിമല ചർച്ച ചെയ്യട്ടെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുടനീളം കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ ശബരിമല വീണ്ടും ഒരു നിരീക്ഷകരായി തിരികെ വരികയാണ്. ഓർക്കണം നമ്മളെല്ലാവരും ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലഘട്ടം.
ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് CPM സ്നേഹിതന്മാര് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് നല്ല വഴി നരേന്ദ്രമോദിയുടെ വഴി. 10-12 കൊല്ലക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഞങ്ങൾ 12 കൊല്ലക്കാലം രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തുടനീളം വികസനം കൊണ്ടുവരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ മാറുന്നു. എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളും BJPയോടൊപ്പം ചേരുന്നു. ലോക രാജ്യങ്ങളിൽ തന്നെ BJP അംഗീകരിക്കുന്നു. നിങ്ങൾ എല്ലാം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കോൺഗ്രസ്സുകാർ ഷർട്ടിടാതെ തുണി ഊരി പ്രകടനം നടത്തിയത്. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ ഷർട്ടല്ല ഊരേണ്ടത്, നിങ്ങൾ ജെട്ടി ഊരേണ്ട പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതാണ് നിങ്ങളുടെ പതിവ് പരിപാടി. അതാണ് ശരിക്കുമുള്ള നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ലോകത്തിലെ പല ഭാഗത്തുമുള്ള ആളുകൾ വരുന്ന ഒരു സമ്മേളനത്തിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്കത് ഇവിടെ തീർത്തൂടെ? നിങ്ങളേതായാലും പാർലമെന്റിൽ ബഹളം വെക്കുന്നുണ്ടല്ലോ. കുറുതന്മാരെ പോലെ കൂവുകയാണ് എല്ലാ പ്രാവശ്യവും പാർലമെന്റ്. അത് നിങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ടല്ലോ. ഓരോ ജനകീയ വിഷയവും ചർച്ച ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നു. അവിടെ കൂവി തോപ്പിക്കണം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ഈ നമ്മൾ മാത്രം കണ്ടാൽ മതിയല്ലോ. ലോകത്തിലെ നൂറുകണക്കിന് രാജ്യങ്ങളെ പ്രതിനിധികൾ വരുമ്പോൾ ഇവിടെ കുറെ ആളുകൾ ഈ തുണി ഉരിഞ്ഞ് പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തലില്ലേ, അപമാനിക്കലല്ലേ? അതുകൊണ്ടാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, ഈ ഷട്ടൂരി ആളുകളുടെ ജാമ്യത്തിന് പോയപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് നാണം കെടുത്തുന്നത്? നിങ്ങളെ സമരം കൊണ്ട് നാണം കെടുന്നത് ഈ രാജ്യമാണ്. ഞാൻ സൂചിപ്പിച്ചത്. എന്നിട്ടും നിങ്ങൾ CPM ഉം കോൺഗ്രസും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും പ്രിയപ്പെട്ടവരെ, മോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ഈ രാജ്യത്തെ പൂർവാധികം കരുത്തോടുകൂടി ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഈ രാജ്യം മുഴുവനും നരേന്ദ്രമോദിയോടൊപ്പമാണ്. 2026 ഏപ്രിൽ കഴിഞ്ഞാൽ ഈ കേരളവും നരേന്ദ്രമോദിയോടൊപ്പമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അപ്പോഴാണ് CPMകാർക്ക് നേരം വെളുക്കുക. പക്ഷെ അപ്പം വെളുക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴേ വെളുത്താൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ ഫണ്ടിൽ കൈയിട്ട് വരുന്ന ഈ നാണം കെട്ട 4ാം കിട നേതാക്കന്മാർ നിങ്ങൾക്ക് വേണോ? അതോ ഈ പാർട്ടി പ്രവർത്തകന്മാരെ കണ്ണിലെ കൃഷ്ണപെടുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വേണോ എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് പയ്യന്നൂരിൽ തിരുത്താൻ ആളുകൾ തയ്യാറാണ്. ആ തിരുത്തൽ നടത്തേണ്ടത് ഒരു പുതിയ രാഷ്ട്രീയം പയ്യന്നൂരിൽ ഉണ്ടാകണം. പയ്യന്നൂര് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മണ്ണാണ്. ഈ കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അവിസ്മരണീയമായ ഓർമ്മകൾ നിലനിൽക്കുന്ന മണ്ണാണ് പയ്യന്നൂരിന്റെ മണ്ണ്. മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ആ ഖാദി പ്രക്ഷോഭത്തിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ ഖാദി ധരിച്ച് ഇറങ്ങി വന്ന മണ്ണാണ് പയ്യന്നൂരിന്റെ മണ്ണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ പയ്യന്നൂരിൽ ഈ രാജ്യം മുഴുവൻ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചപ്പോ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന അപൂർവമായ മണ്ണാണ് പയ്യന്നൂരിന്റെ മണ്ണ്. ആ മണ്ണിൽ ഇന്ന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ തകർത്തത് CPM ആണ്. അതുകൊണ്ട് CPM നേതൃത്വത്തിനായി കലാപമുയർത്താൻ, CPM നേതൃത്വത്തെ തിരുത്താൻ ഈ പ്രദേശത്തെ CPMന്റെ സ്നേഹിതന്മാർ തയ്യാറാകണം. തിരുത്താൻ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ഈ കീറിപ്പറഞ്ഞ നരച്ചുപോയ ഈ ചെങ്കൊടി വലിച്ചെറിഞ്ഞ് കുങ്കുമഹരിത പതാക പിടിക്കാൻ പയ്യന്നൂരിലെ CPM സ്നേഹിതന്മാർ തയ്യാറാകണം എന്ന് മാത്രം സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കതിനുള്ള വിവേകവും ബുദ്ധിയും ക്ഷമയും ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായാൽ നിങ്ങളെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കാൻ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും അഭേദമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.